ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റ് സാരി, അതേപോലെ തന്നെ കോട്ടൺ സാരീസ്, ഖാദീൻ്റെ മുണ്ട്, സെറ്റ് മുണ്ട്, അങ്ങനത്തെ ഐറ്റംസൊക്കെ, കോട്ടൻ്റെ ഐറ്റംസൊക്കെ എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും ഒരു 5-6 വർഷത്തിനൊക്കെ മുകളിൽ പഴക്കമുള്ളതാണെങ്കിലും അത് പുത്തം പോലെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടോ ഞാൻ വന്നേക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളമോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു മാസമായിട്ടുള്ളൂ കേട്ടോ ഈ ഒരു സംഭവം അറിഞ്ഞിട്ട്. എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ കഞ്ഞിവെള്ളമായിരുന്നു സാധാരണ ഉപയോഗിക്കാറ്. കഞ്ഞിവെള്ളം ഉപയോഗിച്ചാൽ ഒരു പ്രത്യേക സ്മെല്ലും ഉണ്ടാവും, കാരണം നല്ല വടി പോലെ നിൽക്കുകയും ചെയ്യും. ഇങ്ങനെ ആടാടെ പറ്റി പിടിച്ച പോലത്തെ ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ അതൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ടിഷ്യൂവിൻ്റെ സെറ്റുമുണ്ട്. ഇത് ഏകദേശം ഒരു 9 വർഷത്തോളം പഴക്കമുള്ളൊരു സെറ്റും കൊണ്ടാണ് കേട്ടോ ഈ ഒരു ടിഷ്യൂവിൻ്റെത്. അപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ ഈ ഒരു എവിടെയെങ്കിലും പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല പുത്തം പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നൊക്കെ പറഞ്ഞുതരാവേ. പിന്നെ നമ്മൾ അലക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതും കൂടെ പറഞ്ഞുതരാവേ. അപ്പോൾ അതാണ് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന തുണി എത്ര ഉണ്ടോ അതിനനുസരിച്ചിട്ട് വെള്ളം എടുക്കുക. അതിൻ്റെ അകത്തേക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ അലക്കുമ്പം വളരെ മൈൽഡായിട്ടുള്ളൊരു ഷാമ്പു ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഷാമ്പു ഒന്ന് ഇതിലേക്ക് വെച്ചിട്ട് ഞാനൊന്ന് പതപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് അലക്കാനുള്ള തുണി ഇട്ട് കൊടുക്കാം. തുണി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അതൊന്ന് ഞൊറിഞ്ഞിട്ട്, ഒട്ടും ചുരുട്ടിയൊന്നും ഇടാതെ ഞൊറിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അയൺ ചെയ്യുമ്പോൾ അത്ര പ്രശ്നം വരില്ല. അത് മാത്രമല്ല തുണിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ചുളിവൊന്നും വരത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മൾ ഉണക്കിയെടുത്താലും യാതൊരുവിധ ചുളിവൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതേപോലെ നമ്മൾ ഞൊറിഞ്ഞൊക്കെ വെച്ചിട്ട് ഒരേ രീതിയിൽ തന്നെ അലക്കിയെടുക്കുമ്പോൾ, പിന്നെ അലക്കുമ്പം ഒരു 5 മിനിറ്റ്, നല്ല അഴുക്കുണ്ടെങ്കിൽ 5 മിനിറ്റ് ഒരു ഷാമ്പൂവിൽ കുതിർത്ത് വയ്ക്കുക. ഇല്ല എങ്കിൽ പെട്ടെന്ന് തന്നെ അലക്കിയെടുക്കുക കേട്ടോ. പിന്നെ ഇതിന് സ്റ്റാർച്ച് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചവ്വരിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിൽ പലർക്കും അറിയായിരിക്കും ഈ ഒരു ചവ്വരി ഉപയോഗിക്കുന്നത് കാരണം ഇതിനൊട്ടും തന്നെ സ്മെല്ലില്ല. മറ്റ് നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ സാരി ഒന്ന് വേർത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാരി എന്തെങ്കിലും ഒരു നനവ് ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഭയങ്കര ഒരു ബാഡ് സ്മെല്ല് വരും. പക്ഷേ ഈ ഒരു ചവ്വരിയാണെങ്കിൽ നമ്മൾ സാരി എത്രത്തോളം നനഞ്ഞാലും ഒരു ബാഡ് സ്മെല്ല് വരില്ല. പക്ഷേ എങ്കിൽ ഈ ഒരു വടി പോലെ നിൽക്കുന്നത്, നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്നത് അതേപോലെ തന്നെ നിൽക്കുകയും ചെയ്യും ഈ ഒരു ചവ്വരി ഉപയോഗിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഈ ഒരു അരിയൊന്ന് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അലക്കിയിട്ടുള്ള സാരി ഒരു 3-4 വെള്ളത്തിലൊന്ന് കുത്തിയിട്ട് ഒലുമ്പി എടുക്കുക കേട്ടോ. ഒലുമ്പിയിട്ട് പിഴിഞ്ഞാൽ നല്ല ചുളിവ് വരും. അപ്പോൾ പിഴിയാതെ ഇതേപോലെ തന്നെ എടുക്കുക. വെള്ളം ഒന്ന് ഉറ്റിപ്പോകുന്ന വരെ എന്തെങ്കിലും അയലിലോ എവിടെയെങ്കിലും തൂക്കിയിടുക. അതേപോലെ തന്നെ നല്ല അഴുക്കുണ്ടെങ്കിൽ ഹാർഡായിട്ടുള്ള ബ്രഷൊന്നും ഉപയോഗിക്കാതെ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങനെ ഉരച്ചെടുക്കുക കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി പോവും. അതുകൊണ്ട് നല്ല ഹാർഡായിട്ടുള്ള ബ്രഷൊന്നും ഉപയോഗിക്കരുത്. അലക്കുകല്ല് ഉപയോഗിക്കേണ്ട, വാഷിംഗ് മെഷീൻ ഉപയോഗിക്കേണ്ട. അപ്പോൾ ഇതൊരു 3 വെള്ളത്തിൽ ഇതേ രീതിക്ക് തന്നെ ഒന്ന് ഒലുമ്പിയെടുക്കുക, ഒട്ടും തന്നെ ചുരുട്ടിയൊന്നും കൂട്ടാതെ. അപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള ചവ്വരി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചിട്ട് മാറ്റണം കേട്ടോ. ഇത് എനിക്ക് അലക്കുകാർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ ഖാദീൻ്റെ അവിടെ പോയപ്പം അവിടെ ഉണ്ടായിരുന്ന അങ്ങനെ അലക്കുന്ന ഇതൊക്കെ ചെയ്യുന്ന ആൾ പറഞ്ഞു തന്നൊരു സൂത്രമാണ് കേട്ടോ. അത് മറ്റ് സ്റ്റാർച്ചുകളെ പോലെയല്ല. ഇതിന് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു വട്ടം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അത് ഞാൻ അരിച്ചിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ആ ഒരു പാത്രത്തിൽ ഞാൻ 1 ഗ്ലാസ് വെള്ളം, വേറെ എക്സ്ട്രാ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അരിച്ചിട്ടുള്ള ഈ ഒരു ബാക്കി വന്നിട്ടുള്ള ഇതില്ലേ, ഇത് ഒട്ടും കളയൊന്നും വേണ്ട. അത് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയിട്ട് ഇത് പൊടിച്ചിട്ട് നമുക്ക് വീണ്ടും ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ ഉണക്കാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാ വസ്ത്രവും ഇതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ, കോട്ടൺ വസ്ത്രമൊക്കെ ഇതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ല പുത്തം പോലെ ഇരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റാർച്ചിലേക്ക് ഞാൻ കുറച്ച് കംഫർട്ടും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഓരോന്നായിട്ട് ഇതിൽ മുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ പിഴിയുന്നില്ല, ഇത് നേരെ അയലിൽ കൊണ്ടുവച്ച് വിരിക്കുകയാണ് ചെയ്യുന്നത്. സ്ഥലപരിമിതി മൂലം ഞാൻ 2 അയലിലായിട്ട് ഇടുകയാണെങ്കിൽ ഒട്ടും തന്നെ ചുളിവ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതോട് ഒരയലിൽ തന്നെ ഇങ്ങനെ നിവർത്തിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒട്ടും തന്നെ ചുളിവൊന്നുമില്ലാതെ നിവർത്തി വിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ തമ്മിൽ ഒട്ടിപ്പോവാത്ത രീതിയിൽ വേണം വിരിച്ചിട്ട് കൊടുക്കാൻ. അപ്പോൾ അത് ഉണങ്ങിയിട്ടുള്ള ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. ഒത്തിരി വർഷം നമുക്ക് പഴയതായിട്ടുള്ള സാരി പോലും ഈ ഒരു സ്റ്റാർച്ച് ഇട്ടിട്ട് നമ്മൾ കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല പുത്തം പോലെ ഇരിക്കും കേട്ടോ. ഈ ഒരു ചവ്വരി വെച്ചിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ, ഞാൻ ആദ്യം കോൺഫ്ലവർ, അതേപോലെ മൈദ, അതേപോലെ കഞ്ഞിവെള്ളമൊക്കെയാണ് ഉപയോഗിക്കാറ്. ഇതെല്ലാം ഉപയോഗിച്ചാലും സാരിയൊക്കെ ഒന്ന് നനയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സ്മെല്ല് വരും. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിനൊരു മണവും ഇല്ല.
അലക്കി കഴിഞ്ഞുണങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് മണക്കി നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ സാരി ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലോണം വടിയായിട്ട്, അധികം വടി പോലെ നിൽക്കുന്നില്ല, ഒരു പാകത്തിനായിട്ട് നല്ല ഇതിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല പുത്തം പോലെയുണ്ട്. ഈ ഒരു ടിഷ്യൂവിൻ്റെ സാരി ഒത്തിരി പഴകിയ സാരിയാണ്, അതൊക്കെ നല്ല പുതിയതായിട്ടിരിക്കുന്നുണ്ട്. അപ്പം ആരെങ്കിലും ഇങ്ങനെ സാരിയൊക്കെ കഴുകുമ്പോൾ ഈ ഒരു ടിപ്പ് പ്രയോജനപ്പെടുത്തി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. താങ്ക്